ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് ലീവാണ്. ലീവുള്ള ടൈമിൽ നമ്മൾ പുറത്ത് ചാടും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഗൈസ്. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ എന്നെ ആ ഷോപ്പിൽ അവിടെ നിർത്തിയിട്ടാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് ഞാൻ നേരത്തെ. അപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ ഫുള്ളും തന്നെ ഒരു 1 dirhamsന് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എനിക്ക് ആ വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ച് സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. ആ ഒരു ഭാഗം അത്രയാണ് 1 dirhams ഒക്കെ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ എടുത്തതായ ഒരു 3 dirhamsൻ്റെ നമ്മുടെ ബോർബോണ്ടൊക്കെ ബിസ്ക്കറ്റൊക്കെ 1 dirhams ഉള്ളു. അപ്പം അതുപോലത്തെ എടുക്കാം. പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ്, കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗം തന്നെ ചിക്കൻ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇനി എത്ര പ്രാവശ്യം വേണം അതൊന്ന് ട്രൈ ചെയ്യാം. ഈ ഭാഗം പിന്നെ ചിക്കൻ ഐറ്റംസ്, ചിക്കൻ, ഫിഷ് അങ്ങനെ സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് കുറവാട്ടോ. ഞാൻ കാരണം ലുലുവിലൊക്കെ പോയപ്പോൾ 5-6 dirhamsന് സാധനങ്ങൾ ഇവിടെ 1-2 dirhamsനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ നല്ല വില കുറവാണ്. ഈ ദോശ ബട്ടറിനൊക്കെ ഇവിടെ 2 dirhams ഉള്ളൂ. ഇതെല്ലാം അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉള്ള കേട്ടോ. എല്ലാം 5 dirhams ആണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല 5 dirhamsന് അടിപൊളിയാണ്. കാരണം നമ്മുടെ ഇതൊക്കെ ഇട്ട് വെക്കുന്ന, അതായത് സ്ക്രബും ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രമൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ ഈ സോപ്പ് പൊടിയൊക്കെ 5 dirhamsന് നല്ല ലാഭമാണ്, കാരണം ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഈ മിഠായിയൊക്കെ 1 dirhams ആണ്. 1 dirhamsൻ്റെ കൗണ്ടറിലെല്ലാം 1 dirhams കേട്ടോ. പിന്നെ 5 dirhamsന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഈ മിഠായി ഒന്നും അത്ര അഫോർഡബിൾ കേട്ടോ, 25 ഒക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം എനിക്കിനി തിരിച്ച് എൻ്റെ ഫ്രണ്ട്സിനൂടെ പോകണം. അപ്പം എന്താ പറയുക, കുറേ ഇങ്ങനെ നടന്ന് കുറേ ദിവസങ്ങൾ കൂടിയാണ് ഇങ്ങോട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി മെട്രോയിലിരുന്ന് AC കൊള്ളാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ അങ്ങനെ സ്മൂത്ത് ചെയ്യാറായി കഴിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്ന മുടിയിൽ ഇനി ഒരു പരിപാടി ചെയ്തേക്കില്ല, കൈ വെട്ടുമെന്നാണ്. അതുകൊണ്ട് പിന്നെ നമുക്കിനി സ്മൂത്തിങ് പരിപാടി നിർത്തി വെക്കാം. ഇനി കുറച്ച് നാൾ ഒറിജിനൽ ഹെയർ ആയിട്ട് കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്ത് മുടി ലോങ് ആക്കാൻ നോക്കാം. എപ്പോഴും ഷോർട്ടായിട്ട് രസമില്ലല്ലോ. എൻ്റെ ലോങ് ഹെയർ ആയിരുന്നു, ഞാൻ വെട്ടി ഷോർട്ടാക്കിയതാണ്. പിന്നെ എനിക്കിപ്പോൾ എന്നെ തന്നെ ഓർത്ത് നല്ല അഭിമാനമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കഷ്ടപ്പെടൽ, ഒരുപാട് കുറ്റപ്പെടുത്തൽ, വേദന എല്ലാം നിറഞ്ഞ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്.